ഹലോ, ഇന്ന് നമുക്ക് ഒരു സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറിയുടെ പ്രോട്ടോക്കോളാണ് പറയുന്നത്. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറീസ് എന്നാൽ നമ്മുടെ ലിഗമെന്റ്സ്, ടെൻഡൻ, പേശി, മസിലുകൾക്കൊക്കെ ഇഞ്ചറി സംഭവിക്കുക, ചതവ് സംഭവിക്കുക, ആംഗിൾ സ്പ്രെയിൻ, ആംഗിളൊക്കെ ഒന്ന് ഉളുക്കുക, ഇതൊക്കെയാണ് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറീസിൽ വരുന്നത്. ടെൻഡിനൈറ്റിസ്, അതെല്ലാം സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറീസ് ആണ്. ഇങ്ങനൊരു ഇഞ്ചറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അതിനായി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾ ഉണ്ട്, പീസ് ആൻഡ് ലവ്. മുന്നേ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു, റൈസ്, പ്രൈസ്, പിന്നെ പോലീസ് പ്രോട്ടോകോൾ. ഇതൊക്കെയായിരുന്നു ലാസ്റ്റ് വരെയും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അപ്ഡേറ്റഡ് വെർഷനാണ് പീസ് ആൻഡ് ലവ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ. നോക്കാം അതെന്തൊക്കെയാണ് എന്ന്. പീസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷനാണ്. അത് നമുക്കൊരു ഇഞ്ചറി സംഭവിച്ച് 1 to 3 ഡേയ്സിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇഞ്ചറി സംഭവിച്ച് 1 മുതൽ 3 ദിവസം വരെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇത്. അതിൽ ഫസ്റ്റ് വൺ പി ഫോർ പ്രൊട്ടക്ഷൻ. ഏത് ഭാഗത്താണോ ഇഞ്ചറി സംഭവിച്ചത് ആ ഭാഗത്തെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. മറ്റൊന്നുമല്ല, റെസ്റ്റ് കൊടുക്കുക. ആ ഒരു ഭാഗം അധികം മൂവ്മെന്റ് കൊടുക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് റെസ്റ്റ് കൊടുക്കണം, അനക്കാതെ റെസ്റ്റ് കൊടുക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് എലവേഷൻ ആണ്. നമ്മുടെ ഹാർട്ട് ലെവലിനെക്കാളും ഏതൊരു ഭാഗത്താണ് ഇഞ്ചറി സംഭവിച്ചത് ആ ഭാഗം ഉയർത്തി വെക്കുക, അതാണ് എലവേഷൻ. അടുത്തത് എ ഫോർ അവോയ്ഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെ ഒഴിവാക്കുക. പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ നീര് കുറയാനുള്ള മരുന്നുകളൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല. അടുത്തത് സി ഫോർ കംപ്രഷൻ. ആ ഒരു ഭാഗം ബാൻഡേഡ്, ഇഞ്ചറി പറ്റിയ ഭാഗം ബാൻഡേഡോ അല്ലെങ്കിൽ ടേപ്പിംഗ് അങ്ങനെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് വെക്കുക. അതും ഒരു ഇമ്മൊബിലൈസർ പോലെയാണ്, മൂവ്മെന്റ് നടക്കാതെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ സി ഫോർ കംപ്രഷൻ. അടുത്തത് ലാസ്റ്റ് വൺ പീസിലെ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പായ പീസ്, അതിൽ ലാസ്റ്റ് വൺ ആണ് ഇ ഫോർ എഡ്യൂക്കേഷൻ. പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ കുറിച്ച് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അതിൽ ഉൾക്കൊള്ളും, ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ടോ, മാനുവൽ തെറാപ്പി വരുന്നുണ്ടോ, അതുപോലുള്ള എന്തൊക്കെ മൊഡാലിറ്റീസ് അതിൽ വരുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നത് പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എത്ര നാളെടുക്കും, അവരുടെ കണ്ടീഷൻ്റെ സിവിയറിറ്റി എല്ലാം പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. അതാണ് ഇ ഫോർ എഡ്യൂക്കേഷൻ. ഇതാണ് ആദ്യത്തെ സെറ്റ്, പീസ് എന്ന് പറയുന്നത്. അടുത്തത് ഈ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോളാണ്. ലവ് എന്നാണ് ആ പ്രോട്ടോകോളിനെ പറയുന്നത്. ഇത് 3 ദിവസം എന്നത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ചേഞ്ച് വരാം. ഇപ്പോൾ ആ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ 3 ഡേയ്സ് പിന്നും കുറച്ചുകൂടെ നീണ്ടുപോകും. ഓക്കെ, അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന പീസിൽ വരുന്ന ആ ഒരു പ്രോട്ടോകോൾ പ്രോപ്പർ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. 3 ഡേയ്സിന് ശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോളാണ് ലവ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഡാണ്. ലോഡ് കൊടുത്തു തുടങ്ങുക, അതായത് നമ്മുടെ ആ റെസ്റ്റിലിരുന്ന ആ പാർട്ടിന്, ഇഞ്ചുറി പറ്റിയ പാർട്ടിന് മെല്ലെ മെല്ലെ ലോഡ് കൊടുത്തു തുടങ്ങുക. ഓക്കെ, വെയിറ്റ് കൊടുത്തു തുടങ്ങാം. അടുത്ത് O ഫോർ ഒപ്റ്റിമിസം. ഇങ്ങനൊരു ഇഞ്ചുറി സംഭവിക്കുമ്പോൾ പൊതുവെ എല്ലാവരും മെൻ്റലി ഒന്ന് ഡൗൺ ആവും. അപ്പോൾ പേഷ്യൻറ്റിന് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാം, ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലോട്ട് കൊണ്ടുവരിക. എന്നാൽ മാത്രം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത്. മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു അസുഖവും നമുക്ക് തരണം ചെയ്ത് വരാൻ പറ്റും. അല്ല നമുക്കിത് സംഭവിച്ചു, ഇനി ഇത് മാറില്ല, അല്ലെങ്കിൽ ഇത് ഇത്രയും ആയല്ലോ എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസുഖം ഹീൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും കൂടും. അപ്പോൾ ഒപ്റ്റിമിസം, എപ്പോഴും പോസിറ്റീവ് തിങ്ക് ചെയ്യുക, എപ്പോഴും പോസിറ്റീവായി ഇരിക്കുക. അടുത്തത് വി ഫോർ വാസ്കുലറൈസേഷൻ. ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടാനായുള്ള കാര്യങ്ങൾ ചെയ്യണം. ചെറിയ ചെറിയ കാർഡിയോ ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങാം. ആംഗിൾ ടോ മൂവ്മെൻറ്റ്, ആംഗിൾ സ്പ്രെയിൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ആംഗിൾ ടോ മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്. ലാസ്റ്റ് വൺ ഈസ് ഇ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ്. നമ്മൾ ഈ റെസ്റ്റിലൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ മസിൽസ് വീക്ക്നെസ്സിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, സ്ട്രെങ്തനിങ് എക്സസൈസ്, അതുപോലെ സ്റ്റിഫ്നെസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് പ്രോപ്പറായി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അവർ പറഞ്ഞു തരും എത്ര നാൾ ചെയ്യണം, എന്തൊക്കെ ഇൻറ്റൻസിറ്റിയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾ. ഓക്കെ.
താങ്ക് യു.